Assalamualaikum. Hello viewers. Welcome back to Eazy Tipz. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ലഡു ആണ്. സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം തന്നെയായിരിക്കും ലഡു. വളരെ എളുപ്പമാണ് ലഡു തയ്യാറാക്കാൻ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലഡു ഉണ്ടാക്കാനായിട്ട് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് കടലമാവാണ്. ഞാനിവിടെ 200 ഗ്രാം കടലമാവ് എടുത്തിട്ടുണ്ട്. അതായത് ചെറിയ കപ്പിൽ 2 കപ്പ്. ഞാൻ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് കുറച്ച് സോഡാപ്പൊടിയാണ്, ഒരു നുള്ളു മതി. ഇത് ഓപ്ഷണലാണ്, പെട്ടെന്ന് പൊന്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ചേർക്കാം. എല്ലാ പൊടികളും കൂടി നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ബൂന്തിക്കുള്ള മാവിന് ദോശമാവിൻ്റെ അതേ കൺസിസ്റ്റൻസിയാണ് ആവേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം കുറച്ചായി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. കട്ടിയൊന്നും ഇടയിൽ വരരുത്. അപ്പോൾ അതിനുവേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സി ജാറിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. നല്ല ലൂസിലായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബൂന്തി ഉണ്ടാക്കിയെടുക്കാം. ഇനി ബൂന്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുക്കിംഗ് ഓയിൽ ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. അതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കേണ്ടത്. നല്ലൊരു ടേസ്റ്റ് കിട്ടും ലഡുവിന്. എണ്ണ നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ബൂന്തി ഉണ്ടാക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഓട്ടച്ചട്ടകം, നമ്മൾ സാധാരണ വറുത്തെടുക്കാൻ ഉപയോഗിക്കുന്ന ഓട്ടച്ചട്ടകമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് പരത്തി കൊടുക്കുമ്പോൾ ബൂന്തി നല്ല രൂപത്തിൽ നമുക്ക് കിട്ടും. ഒരുപാട് നിറയ്ക്കാൻ നിൽക്കരുത്. കുറച്ചായിട്ട് നമുക്ക് ബൂന്തിയാക്കി എടുക്കാം. നല്ല ക്രിസ്പി ആണെന്നൊന്നുമില്ല. ഒന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൂന്തി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ബൂന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബൂന്തിയും തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ലഡുവിന് ആവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുക്കാം. ഇതിനുവേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. നല്ലൊരു ഗോൾഡൻ കളറായി വന്നതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഇതേ നെയ്യിൽ ഞാൻ കുറച്ച് മുന്തിരി വറുത്തെടുക്കുകയാണ്. അത് നന്നായി ഒന്ന് ഗോൾഡൻ കളർ ആയതിനു ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ലഡുവിന് വേണ്ട പഞ്ചസാര പാവ് തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 150 ഗ്രാം പഞ്ചസാരയാണ്. അതായത് 200 ഗ്രാം കടലമാവിന് 150 ഗ്രാം പഞ്ചസാര. അതിലേക്ക് 100 മില്ലി വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. കൂടെ തന്നെ ഇതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ലഡുവിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് എണ്ണയിലും പഞ്ചസാര പാവിനകത്തും ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. 1 പിഞ്ച് ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കുക. നല്ല പഞ്ചസാര പാവ് നല്ല രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. പഞ്ചസാര പാവ് ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച ബൂന്തി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ബൂന്തി ചെറുതായി ഒന്ന് കൈകൊണ്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി പഞ്ചസാര പാവിനകത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ബൂന്തി ചൂടാറുന്നതിന് മുന്നേ തന്നെ ഒരു ഗ്ലാസിൻ്റെ അടിഭാഗം ഉപയോഗിച്ചിട്ട് നന്നായി ഒന്ന് ചതച്ച് കൊടുക്കാം. ഇനി ചൂടോടുകൂടി തന്നെ ഞാൻ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ ആ ബൂന്തിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യൂടെ ഞാൻ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇനി നമുക്ക് ലഡു ഉരുട്ടിയെടുക്കാം. നമുക്ക് ഇഷ്ടാനുസരണം വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ ചെറിയ ലഡു ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 12ഓളം ചെറിയ ലഡു ഞാൻ ഇതിൽ നിന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ലഡു ഉണ്ടാക്കാൻ നമ്മൾ വിചാരിക്കുന്ന പോലെ കഷ്ടമൊന്നുമില്ല. കടലമാവും പഞ്ചസാരയും കുറച്ച് ഏലക്കപ്പൊടി നെയ്യ് ഇതിന് മാത്രമേ ആവശ്യമുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ബൂന്തി തയ്യാറാക്കി പഞ്ചസാരപ്പാവിനകത്തിട്ടതിന് ലഡു റെഡിയായി കഴിഞ്ഞു.
വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ദേ നമ്മുടെ ലഡു റെഡിയായി കഴിഞ്ഞ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക്